ശ്രീ ഭാവന, ഒരുപക്ഷെ നിങ്ങൾ ഒരുമിച്ച് സിനിമാ മേഖലകളിലേക്ക് വന്ന ആളുകളാണ്. നമ്മൾ എന്ന സിനിമയാണ് ആദ്യ ചിത്രം ജിഷ്ണുവിന്റേതും. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? ജിഷ്ണു ചേട്ടൻ അറിയാലോ, അച്ഛനൊരു ആക്ടറാണ്. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഞങ്ങളുടെ കരിയർ തുടങ്ങിയതാണ് നമ്മളിലൂടെ. സോ ജിഷ്ണു ചേട്ടൻ അങ്ങനെ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിട്ടേ ഞങ്ങളുടെ അടുത്തൊന്നും ബിഹേവ് ചെയ്തിട്ട് ഒരു ന്യൂ ഫേസ്, ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള, ഒരുപാട് സംശയങ്ങളുള്ള ഞങ്ങൾ എല്ലാവരും അങ്ങനെ തുടങ്ങിയ ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പലരും പല വഴിക്കായിരുന്നു. പിന്നെ പക്ഷെ എങ്കിലും ഒരു മെസ്സേജ് സുഖമാണോ അല്ലെങ്കിൽ എവിടെയാണ്. പിന്നെ കുറച്ച് മൂവീസ് ചെയ്തിട്ട് ഞാൻ പിന്നെയും ജിഷ്ണു ചേട്ടൻ കൂടെ മൂവി ചെയ്തു, പറയാമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ജിഷ്ണു ചേട്ടൻ മാറി നിൽക്കുമായിരുന്നു ഇൻഡസ്ട്രിയിൽ നിന്ന്, കുറച്ച് ഡൽഹിയിലൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ ജിഷ്ണു ചേട്ടൻ എപ്പോഴും മെസ്സേജ് അയക്കുന്നതും ടച്ചിലുള്ളത് എന്റെ ചേട്ടനായിട്ടാണ്. അവരെപ്പോഴും മെസ്സേജ് അയക്കുകയും വിളിക്കുകയും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ലൊക്കേഷനിൽ വന്നിട്ടുള്ള ഒരു പരിചയം തൊട്ട് അവർ എപ്പോഴും ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ജിഷ്ണു തന്നെ പറയും, എനിക്ക് നിന്നെ ശല്യപ്പെടുത്തണ്ട, ബിക്കോസ് നീ ബിസി ആയിരിക്കുന്നൊക്കെ. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ജിഷ്ണു ചേട്ടൻ. അങ്ങനെ അവര് ചെന്നൈയിൽ കാണുമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുന്ന ഇത്രയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ റെയർ ആയിരിക്കും നമ്മൾ കണ്ടുമുട്ടാൻ. ഇങ്ങനെ ട്രീറ്റ്മെന്റിലായിരുന്നു എന്ന് അറിയാം, പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യവും അന്വേഷിക്കുമ്പോഴും ഇല്ല ഇപ്പൊ ഓക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ നന്നായി മാറുന്നുണ്ട്, തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ന്യൂസാണ് നമുക്ക് കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഇങ്ങനൊരു ഷോക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓക്കെ ഇത്ര വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഓക്കെ 35 ആയിട്ടുള്ളൂ, എന്തായാലും തിരിച്ചു വരും, ഇപ്പൊ ആൾക്ക് കുഴപ്പമില്ല എന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് എനിക്ക് അറിയില്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് എനിക്കൊരു ന്യൂസ് ചാനലിൽ നിന്ന് കോൾ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇറ്റ്സ് വെരി ഷോക്കിംഗ്. എനിക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എനിക്കൊരു നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോയ പോലത്തെ ഒരു ഫീലാണിത് ശരിക്കും. നന്ദി ഭാവന. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഓർത്തതിന് സംവിധായകൻ കമൽ